ഹലോ, എല്ലാവർക്കും ഷാനിഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. രാവിലെ എണീറ്റ് ഇങ്ങനെ ഓരോ ജോലിയിലേക്ക് കടക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നും ഒരുപോലത്തെ വീഡിയോ ആണെന്ന് തോന്നരുത് കേട്ടോ. നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് കതവൊക്കെ ആദ്യം തുറന്നിട്ടു കേട്ടോ. പുറത്ത് ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കാൻ നല്ല രസമാണ്, പക്ഷേ പണി ചെയ്യാനുള്ളതുകൊണ്ട് അധികം നേരം അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. നേരെ കൈയോടെ ഗോതമ്പ് പുട്ട് നനച്ച് അത് ആവിക്ക് വെച്ചു കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് വേഗം അരിഞ്ഞെടുത്ത് അതും മെഴുക്കുവരട്ടിക്ക് അടുപ്പത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായില്ലേ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുറ്റമൊക്കെ ആകെ കുളമായി കിടക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അടുപ്പത്തിരുന്ന് പയ്യെ ആയിക്കോളും. ആ സമയം കൊണ്ട് ഞാൻ പോയി മുറ്റം അടിക്കാമെന്ന് കരുതിയിരിക്കുവാണ്. ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പീൽ ചെയ്യുന്നൊരിതില്ലേ, അതുകൊണ്ട് ഞാൻ ചീതാട്ടം എടുക്കാറില്ലെങ്കിൽ കത്തി വെച്ചാക്കി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും എനിക്ക്. പച്ചക്കറി നന്നാക്കുക, ക്ലീൻ ചെയ്യുക, അതൊക്കെ അരിയുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം. കൂടുതൽ എനിക്ക് ക്ലീനിങ് ആട്ടോ ഇഷ്ടം. നേരത്തെയൊക്കെ തലേദിവസമേ പച്ചക്കറി അരിഞ്ഞു വെക്കുമായിരുന്നു. ഇപ്പം രാവിലെ തന്നെ ആട്ടോ ചെയ്യുന്നത്. തലേദിവസവും ഇപ്പം അരിഞ്ഞു വെക്കാൻ മടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ എണീറ്റിട്ടാണ് ഇതൊക്കെ അരിഞ്ഞ് പറക്കി റെഡിയാക്കി എടുക്കുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം പോയി മുറ്റവും കാര്യങ്ങളൊക്കെ അടിച്ചു തൂത്തിട്ടേ. കാരണം ഉച്ച കഴിഞ്ഞിട്ട് ഇനി മഴയാണോ വെയിലാണോ കാറ്റാണോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതൊറ്റ കാറ്റടിച്ചപ്പോൾ തന്നെ ഇവിടെ നിറച്ച് ഇല വീഴും കേട്ടോ. പിന്നെ നമുക്കിന്ന് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെട്ടി തേച്ചഴി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം മസാലയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് പുരട്ടി വറക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. കറി വെക്കുന്നില്ല. കറി വെച്ച് ഇവിടെ ആരും കൂട്ടത്തില്ല, ഞാൻ മാത്രമേ കൂട്ടത്തുള്ളൂ. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ അവരും കഴിക്കും. ഞങ്ങൾ മൂന്നുപേരും മാത്രമേ കഴിക്കത്തുള്ളൂ. സോറി, പറഞ്ഞു വന്നപ്പോൾ ഞാൻ വെട്ടിയതാണെന്നായിപ്പോയിട്ട്. ഞാൻ വെട്ടിയതല്ലേ ഇത്, നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവർ വെട്ടിക്കൊണ്ടുവന്ന് തന്നതാട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇത് വറുക്കാനായിട്ട് ഇട്ടു കേട്ടോ. എല്ലാം മൊത്തത്തിൽ അങ്ങെടുത്ത് വറുത്തു. അപ്പോൾ ഉച്ചത്തേക്കൊരു കറിയായല്ലോ. അടുക്കളയിലെ കലാപരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ടിട്ട് ഞാൻ പയ്യെ പോയി അങ്ങ് കുളിച്ചു കേട്ടോ. കാരണം ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്. ഈ ഒരു ഇടം സമയത്താകുമ്പോൾ ഒരു 2 മണി 1 മണിയൊക്കെ 3 മണി ആ സമയത്തൊക്കെ ഇച്ചിരി തണുപ്പ് കുറവുണ്ടാവും. ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവുമേ വെള്ളത്തിന്. രാത്രിയായപ്പോൾ നമുക്ക് കടവരെ പോയിട്ടുണ്ടായി. അവൾക്ക് ഡൈപ്പറും കാര്യങ്ങളും വാങ്ങാനായിട്ട് പോയതാട്ടോ. അത് കഴിഞ്ഞ് വന്ന വഴിക്ക് ബജിക്കടയിലും കൂടി കയറി ബജി, പരിപ്പുവട, സമൂസയൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ കുറച്ച് കഷണ്ടിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഞാൻ എടുത്ത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. താങ്ക്